നെക്സ്റ്റ് ടോപ്പിക്ക് സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് ദെയർ റോൾ ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് were primarily involved in formulation, implementation and evaluation of strategy. അപ്പോൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ, ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ അതിലൊക്കെ ഇൻവോൾവഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സാണ് ആര് സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മേ ബി എന്താവാം, ഔട്ട്സൈഡ് പേഴ്സൺ ആവാം. ഓർഗനൈസേഷൻ ആർ പേഴ്സൺസ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ ആൾസോ ഇൻവോൾവ്ഡ് ഇൻ ദി പ്രോസസ് ഓഫ് ദി സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിസ്റ്റ് ദേ ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ടു ഫോർമുലേറ്റ് ദി സ്ട്രാറ്റജിസ്റ്റ്, അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റിംഗ് ദി സ്ട്രാറ്റജി ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദി സ്ട്രാറ്റജി. അപ്പോൾ വേരിയസ് സ്ട്രാറ്റജിസ്റ്റ്സ് ഹാവ് ദി ഇമ്പോർട്ടൻറ്റ് റോള്. ഈ സ്ട്രാറ്റജിസ്റ്റ്, ഓരോ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, എൻ്റർപ്രണർ, സീനിയർ മാനേജ്മെൻറ്റ്, SB ലെവൽ എക്സിക്യൂട്ടീവ്സ്, ഇവരൊക്കെ എന്താണ് സ്ട്രാറ്റജിസ്റ്റാണ്. ദേ ആർ ആൾസോ ഫോർമുലേറ്റ് ദ സ്ട്രാറ്റജി ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ സ്ട്രാറ്റജി. അപ്പോൾ ഇനി ഓരോരുത്തരുടെയും റോള് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. The first one is that role of board of directors. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് ദി എവറി ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷൻ്റെയും അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ്, കൺട്രോളിങ് ഏജൻസീസ്, ഗവൺമെൻറ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരിൽ നിന്ന് അപ്പോയിൻ്റ് ചെയ്യുന്നതാണ് ഡയറക്ടേഴ്സ് ഓൺ ദി ബോർഡ്. അപ്പോൾ ഈ ബോർഡിന് ഓർഗനൈസേഷൻ്റെ ഗവേണൻസിന് എന്തുണ്ട്? റെസ്പോൺസിബിൾ ഉണ്ട്. അപ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത്? ആ ഓർഗനൈസേഷന് ഗൈഡൻസ്, അതുപോലെ തന്നെ ഡയറക്റ്റീവ്സ്, എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്റ്റീവ്സ് ഒക്കെ മാനേജേഴ്സ് എങ്ങനെ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അപ്പോൾ ഈ ബോർഡ് എന്ത് ചെയ്യുന്നത്? അതോറിറ്റി, അവർക്കൊരു അതോറിറ്റി ഉണ്ട്. അവരെന്ത് ചെയ്യാണ്? ഈ ബോർഡിന് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത് മാനേജ്മെൻറ്റിന് ഗൈഡ് ചെയ്യുന്നതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ബോർഡ് എന്ത് ചെയ്യുന്നു? സീനിയർ മാനേജ്മെൻറ്റിന് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതിൽ, അത് അക്കംപ്ലിഷ് ചെയ്യുന്നതിൽ, റിവ്യൂ ചെയ്യുന്നതിൽ, ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നതിലൊക്കെ ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അപ്പോൾ ദേ ഹാവ് ദി ഫോർമുലേഷൻ ഓഫ് മിഷൻ, ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്. അവരെന്ത് ചെയ്യുന്നു? അവരുടെ എയിം എന്ന് പറയുന്നത് എന്താണ്? മിഷൻ ഫോർമുലേറ്റ് ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുക, പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അവരുടെ എയിം എന്ന് പറയുന്നത്. Then another one is that designing organizational structure. Organizational structure formulate ചെയ്യുക. അത് നമുക്കറിയാം, ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഓർഗനൈസേഷൻ, ദ സ്ട്രക്ചർ മേ ബി വേരി. സോ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത് ആരുടെ ജോബാണ്? നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ദെൻ സെലക്ഷൻ ഓഫ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. ഈ ഓരോ പ്രോസസ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ടോപ്പ് എക്സിക്യൂട്ടീവ്സിനെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ലീഗൽ ഫങ്ഷൻസ് അണ്ടർടേക്കൺ ചെയ്യുക. പോളിസീസും റൂൾസും പ്രൊസീജിയറും കൺവെൻഷൻ ഓഫ് ദി ഓർഗനൈസേഷനും അതിൻ്റെയൊക്കെ ബേസിൽ എന്ത് ചെയ്യുക? ബോർഡ് ആക്ട് ചെയ്യുക. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, ടോപ്പ് എക്സിക്യൂട്ടീവ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ മിഷനും വിഷനും പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നു. ഇത്തരം ഫങ്ഷൻസൊക്കെ ചെയ്യുന്നത് റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. Then another one is that role of chief executive. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിസ്റ്റ് ആണ് ഫോർ ഓൾ ആസ്പെക്ട് ഓഫ് ദി സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ അതായത് ഫ്രം ദി ഫോർമുലേഷൻ ആൻഡ് ടു ദി ഇവാലുവേഷൻ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന് റോളുണ്ട്, ഇമ്പോർട്ടൻ്റ് റോളുണ്ട്.
അപ്പോൾ ദേ ഹാവ് ദി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഫോർമുലേഷൻ ഓഫ് ദി സ്ട്രാറ്റജിസ്റ്റ്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൽ മേജർ റോളുണ്ട്. ദേ ഹാവ് ദി CEO, ദാറ്റ് ഈസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ഡിഫറെൻറ്റ് സ്ട്രാറ്റജിസ്റ്റ്, അതായത് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂഷൻ ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ടു ദി സ്ട്രാറ്റജിക് ടാസ്കുകൾ, ആക്ഷൻസ്, അതായത് ഒരുപാട് ഡയറക്ഷൻസ് ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ സെറ്റിംഗ് മിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ, ഡിസൈഡിങ് ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ്സിൻ്റെ റോള് എന്ന് പറയുന്നത് ഡയറക്ഷൻസ്, ഓർഗനൈസേഷൻ്റെ ഡയറക്ഷൻസ്, എങ്ങനെ വർക്ക് ചെയ്യണം, ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊക്കെ ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സെറ്റിംഗ് ദ മിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ ഡിസൈഡ് ചെയ്യുക, അതിൻ്റെ ബേസിൽ ഒബ്ജക്റ്റീവ്സും ഗോൾസും ഫോർമുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ്. ഇതൊക്കെയാണ് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എന്ത് ചെയ്യുന്നു, ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, മിഷൻസ് സെറ്റ് ചെയ്യുന്നു, ഡിസൈഡിങ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ഡിസൈഡ് ചെയ്യുന്നു, ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ്. ഓക്കെ, ദെൻ അനദർ വൺ ഈസ് ദാറ്റ് റോൾ ഓഫ് എൻ്റർപ്രണേഴ്സ്. എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവർ എന്ത് ചെയ്യാണ്, ദേ സെർച്ച് ഫോർ ചേഞ്ചസ്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. എൻ്റർപ്രണേഴ്സ് എന്ത് ചെയ്യാണ്, ദേ സ്റ്റാർട്ട് ന്യൂ ബിസിനസ്, അല്ലേ, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യാണ്, ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണം. അപ്പോൾ അവർക്കും എന്തുണ്ട്, ഒരു അവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ്, അതുപോലെ തന്നെ സെൻസ് ഓഫ് പർപ്പസ് ഒക്കെ ഉണ്ടായിരിക്കും, തോട്ട്സ്, ആക്ഷനൊക്കെ. അപ്പോൾ അവർ എന്ത് ചെയ്യാണ്, സ്ട്രാറ്റജിസ്റ്റ്, ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലും എൻ്റർപ്രണേഴ്സിനും ഒരു പ്രൊആക്റ്റീവ് റോളുണ്ട്. ദേ ഹാവ് ദി പ്ലേ എ പ്രൊആക്റ്റീവ് റോൾ ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. സോ ദേ സെറ്റ് വാട്ട് ഈസ് പ്രൊവൈഡ്, ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ദേ വിൽ ബി ഗിവൺ വാട്ട് ഈസ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു, അതുപോലെ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ദേ ആർ ഇംപ്ലിമെൻറ്റേഴ്സ് ആൻഡ് ഇവാലുവേറ്റേഴ്സ് ആണ്. ഓൾസോ അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അനദർ വൺ ഈസ് ദാറ്റ് റോൾ ഓഫ് സീനിയർ മാനേജ്മെൻറ്റ്. സീനിയർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് മാനേജീരിയൽ ഹയറാർക്കി. നമുക്കറിയാം, സ്റ്റാർട്ടിങ് ഫ്രം ദി ചീഫ് എക്സിക്യൂട്ടീവ് ടു ദ ലെവൽ ഓഫ് ഫങ്ഷൻ, ഈ മാനേജേഴ്സിന് വേരിയസ് ആസ്പെക്ട്, അതായത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ വളരെ ഫങ്ഷൻസ് അണ്ടർടേക്കൺ ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ഈ സീനിയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരും എന്ത് ചെയ്യുന്നുണ്ട്, ദേ ഹാവ് ദ റെസ്പോൺസിബിൾ ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് പ്ലാൻസ്, അതുപോലെ തന്നെ പീരിയഡിക് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്, ഇതിലൊക്കെ ദേ ഹാവ് ഓൾസോ ദി റോള്. സോ ദേ വിൽ ഇൻക്ലൂഡഡ് ഇൻ ദി ടോപ്പ് ലെവൽ കമ്മിറ്റീസിൽ അവരുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്താണ്, ഈ സീനിയർ മാനേജ്മെൻറ്റ് അവർ ഫോർമുലേറ്റ് ചെയ്യുന്നു, ചീഫ് എക്സിക്യൂട്ടീവ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്ട്രാറ്റജി ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ അനദർ കാറ്റഗറി എന്ന് പറയുന്നത് SBU ലെവൽ എക്സിക്യൂട്ടീവ്സ്. SBU ലെവൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആണ്. അപ്പോൾ അവർ എന്ന് പറയുന്നത് എന്താണ്, ഡിവിഷണൽ ഹെഡ്സ് ആണ്. അവരെ ചീഫ് എക്സിക്യൂട്ടീവ്സ് അവർ എന്ത് ചെയ്യാണ്, ഓരോ ഡിവിഷണൽ ഹെഡ്സിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ എക്സിക്യൂട്ടീവ്സ് അവർ എന്ത് ചെയ്യാണ്, കമ്പനിയുടെ ബിസിനസ്സിൻ്റെ അവരുടെ സെഗ്മെൻറ്റിൽ അവർ എന്ത് ചെയ്യാണ്, സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യണം. SBU ലെവൽ സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ആർ പ്രൈമറിലി റെസ്പോൺസിബിൾ ഓഫ് ദി SBU ലെവൽ എക്സിക്യൂട്ടീവ്സ്. ദേ ആർ ഓൾസോ ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദി വാട്ട് ഈസ് സ്ട്രാറ്റജി. അപ്പോൾ സ്ട്രാറ്റജീസ് SBU ലെവൽ എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യുന്നു, ഫോർമുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ദേ ക്യാൻ മെനി പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ഈ SBU കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്
ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഓരോ SBU ലെവൽ ഹെഡ്സ് ഉണ്ടായിരിക്കും. ആ ഹെഡ്സിൽ അവരെന്ത് ചെയ്യാണ്, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാണ്. Then another one is the role of corporate planning staff. Corporate planning staffിൻ്റെ ഈ റോളെന്ന് പറയുന്നത് അവർ എന്ത് ചെയ്യാണ്, പ്ലാനിങ് സ്റ്റാഫിന് സപ്പോർട്ടിംഗ് റോളാണ് എന്തിലുള്ളത്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലുള്ളത്. ദേ അസിസ്റ്റ് ദ മാനേജ്മെൻറ്റ് ഇൻ ഓൾ ആസ്പെക്ട് ഓഫ് സ്ട്രാറ്റജി ഫോർമുലേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷന്. അവരെന്ത് ചെയ്യാണ്, ഈ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും ഇവാലുവേറ്റ് ചെയ്യുന്നതിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് കോർപ്പറേറ്റ് പ്ലാനിങ് സ്റ്റാഫ്. അതോടൊപ്പം തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രിപ്പറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുന്നു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നു. ദേ ആർ കണ്ടക്ടിങ് സ്പെഷ്യൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് റിലേറ്റിംഗ് ടു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ കോർപ്പറേറ്റ് പ്ലാനിങ് സ്റ്റാഫ് അവരുടെ റോൾ എന്ന് പറയുന്നത് അവർ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്ത്, സ്പെഷ്യൽ സ്റ്റഡീസൊക്കെ കണ്ടക്ട് ചെയ്ത്, അതുപോലെ തന്നെ റിസർച്ചൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യാണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷന് പ്രൊവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവരെന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് എന്ന് പ്രൊവൈഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് പിന്നെ ഫങ്ഷൻ ഓഫ് അസിസ്റ്റിംഗ് ദി ഇൻട്രൊഡക്ഷൻ, വർക്കിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് സഹായിക്കും. അപ്പോൾ ദേ ആർ പ്രിപ്പറേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്ട്രാറ്റജിക് പ്ലാൻസ്, അതുപോലെ തന്നെ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൊക്കെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അനദർ കാറ്റഗറി എന്ന് പറയുന്നത് റോൾ ഓഫ് കൺസൾട്ടൻസ്. റോൾ ഓഫ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനെ കോർപ്പറേറ്റ് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ സ്മോൾ സൈസൊക്കെ ഉള്ള സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ കൺസൾട്ടൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഹെൽപ്പ് ഓഫ് കൺസൾട്ടൻറ്റ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ കൺസൾട്ടൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ കൺസൾട്ടൻറ്റ് എന്ന് പറയുന്നത് എന്താവാം, ഇൻഡിവിജ്വൽസ് ആവാം, അക്കാദമിഷ്യൻ ആവാം, അല്ലെങ്കിൽ കൺസൾട്ടൻസി കമ്പനീസ് ആവാം. കൺസൾട്ടൻസി കമ്പനീസ് ഇൻ സ്പെഷ്യലൈസിങ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസോ അതുപോലെ തന്നെ അക്കാദമിഷ്യനോ കൺസൾട്ടൻസ് കമ്പനീസോ ആണ് ഈ കൺസൾട്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസൾട്ടൻറ്റ് അവർ എന്ത് ചെയ്യാണ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ, അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ, സ്യൂട്ടബിൾ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷനെ സഹായിക്കുന്നു. അപ്പോൾ അവർ കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അത് പിന്നെ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ലാർജ് ഉണ്ട്, സ്മോൾ ഉണ്ട്. അവരുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ഇന്ത്യയിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ എന്ത് ചെയ്യാണ്, സ്പെസിഫിക് ടൈമൊക്കെ എടുത്തിട്ട് അവർ ഫോർമുലേറ്റ് ചെയ്യുകയും മാനേജേഴ്സിനെ, ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുകയും അസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ റോൾ ഓഫ് മിഡിൽ ലെവൽ മാനേജേഴ്സ്. നമുക്കറിയാം മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ് ആണ് അല്ലേ. ഈ ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ് അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റൽ പ്ലാൻസുകൾ അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഡിസിഷൻ എടുക്കുക, പോളിസി ഗൈഡ് ലൈൻസ് പാസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഡിപ്പാർട്ട്മെൻറ്റൽ ലെവലിൽ കഴിയുന്ന തരത്തിലുള്ള സ്ട്രാറ്റജിക് ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാനേജേഴ്സ്, അതായത് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്, ദേ ആർ കോൺട്രിബ്യൂട്ട് ടു ദി ജനറേഷൻ ആൻഡ് ദി ഐഡിയ ജനറേറ്റ് ചെയ്യുന്നതിനെ സഹായിക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ റിഫൈൻമെൻറ്റ് ഓഫ് ബിസിനസ്, അതുപോലെ ഫങ്ഷണൽ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ടാർഗറ്റ് സെറ്റിംഗ് അറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ ലെവലിന് ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ആ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റു പർപ്പസുകളൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, മിഡിൽ ലെവൽ മാനേജേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം മിഡിൽ ലെവൽ മാനേജേഴ്സ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐഡിയാസ്, സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് ഇതൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ദെൻ റോൾ ഓഫ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻസ്.
റോൾ ഓഫ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാനേജീരിയൽ ഹൈറാർക്കിയിൽ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു കാറ്റഗറിയാണ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഈസ് എ പേഴ്സൺ ഹു അസിസ്റ്റ് ദ ചീഫ് എക്സിക്യൂട്ടീവ്സ്. ചീഫ് എക്സിക്യൂട്ടീവ്സിൻ്റെ വർക്കിൽ അവരുടെ ഡ്യൂട്ടീസിലൊക്കെ അവരെ അസിസ്റ്റ് ചെയ്യുന്ന പേഴ്സണാണ് ഈ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ഇവരെ എന്തിനു സഹായിക്കുന്നു? ചീഫ് എക്സിക്യൂട്ടീവിനെ ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസിൽ. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ കളക്ഷന് അനാലിസിസ് ഒക്കെ വരുമ്പോൾ ചീഫ് എക്സിക്യൂട്ടീവിനെ അസിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സജസ്റ്റിംഗ് ആൾട്ടർനേറ്റീവ്സ്, ഡിസിഷൻസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ്സ് ആവശ്യമുണ്ടെങ്കിൽ അതിൽ അവരെ സജസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വേരിയസ് പ്രപ്പോസൽസ് പ്രിപ്പയർ ചെയ്യുന്നു, പ്രൊജക്റ്റ് റിപ്പോർട്ട്, അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് ആൻഡ് ലൈസൺ ഫങ്ഷൻസ്, അതുപോലെ തന്നെ വേരിയസ് ആക്ടിവിറ്റീസ് ഇൻറ്റേർണലായിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിൻ്റെ ഇൻറ്റേർണൽ സ്റ്റാഫിനെയും ഔട്ട്സൈഡേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈ ഹെൽപ്പ് ചെയ്യുന്നത്, അസിസ്റ്റ് ചെയ്യുന്നു ആരെ? ചീഫ് എക്സിക്യൂട്ടീവിനെ. അപ്പോൾ വേരിയസ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നതിലും കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലും ചീഫ് എക്സിക്യൂട്ടീവിനെ അവരെ മാക്സിമം അവരുടെ സ്കില്ല്, അവരുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ഫോർമുലേറ്റ് ചെയ്യുന്നതിലും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രാറ്റജിസ്റ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസും ഓരോ ഓർഗനൈസേഷൻസ് പേഴ്സൺസൊക്കെ എന്താണ്? സ്ട്രാറ്റജിസ്റ്റാണ്. ദേ ക്യാൻ ഫോർമുലേറ്റ്, ഇംപ്ലിമെൻറ്റ് ആൻഡ് ഇവാലുവേറ്റ് ദി സ്ട്രാറ്റജി. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റോളുണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനുണ്ട്, എൻ്റർപ്രണേഴ്സിനുണ്ട്, സീനിയർ മാനേജ്മെൻറ്റിനുണ്ട്, BU ലെവൽ എക്സിക്യൂട്ടീവ്സിനുണ്ട്, കോർപ്പറേറ്റ് പ്ലാനിംഗ് സ്റ്റാഫിനുണ്ട്, കൺസൾട്ടൻസിനുണ്ട്, മിഡിൽ ലെവൽ മാനേജേഴ്സിനുണ്ട്, റോൾ ഓഫ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻസിനുണ്ട്. ഓക്കെ.